ഇപ്പോൾ എല്ലാ കണ്ണുകളും ബിലാസ്പൂർ NIA കോടതിയിലേക്കാണ്. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റ് ചെയ്ത മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ അല്പസമയത്തിനകം NIA കോടതി വിധി പുറപ്പെടുവിക്കും. ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകും എന്നതാണ് നമ്മുടെ പ്രതിനിധികൾ അവിടെ നിന്ന് അറിയിക്കുന്നത്. പ്രതിനിധികൾ തത്സമയം വിശദാംശങ്ങളുമായുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ, അജീഷ് ജയകുമാർ, ഒപ്പം തന്നെ മറ്റു പ്രതിനിധികൾ ബൽറാം നെടുങ്ങാടി ഉൾപ്പെടെയുള്ള പ്രതിനിധികളുണ്ട്. ഞാൻ അജീഷ് ജയകുമാറിലേക്ക് പോകുന്നു. അജീഷ് ജയകുമാർ ഉള്ളത് ദുർഗിലാണ്. അജീഷ്, ഇതിനിടെ ഒരു സംഭവവികാസം ഉണ്ടായിട്ടുള്ളത്, ഏത് തരത്തിലേക്കാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ തങ്ങളെ കയ്യേറ്റം ചെയ്തത് എന്നതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പരാതിയായി നൽകാൻ ഈ പെൺകുട്ടികൾ തയ്യാറായിട്ടുണ്ട് എന്ന വാർത്ത വരികയാണ്. അത് CPIയുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്. അവരുടെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? അവർ CPI ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണല്ലോ വിവരം. ഈ 3 ആദിവാസി പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുക, അപ്പം ഈ 2 കന്യാസ്ത്രീകളെയും ഭീഷണിപ്പെടുത്തുന്നതും കയ്യേറ്റം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ വലിയ ചർച്ചയായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ദൃശ്യങ്ങൾ എടുത്തത്. ബജ്രംഗ് ദൾ പ്രവർത്തകർ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തി അത് പ്രചരിപ്പിക്കുകയും ചെയ്തത്. അതിൽ നമ്മൾ കണ്ടതാണ്. അതിൽ ഒരു ജ്യോതി ശർമ്മ എന്ന് പറയുന്നത് ബജ്രംഗ് ദളിന്റെ ഇവിടുത്തെ ഒരു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. മറ്റു നേതാക്കളും ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു. അവർ പോലീസ് സ്റ്റേഷനിൽ എത്തി എത്ര ഭീഷണി മുഴക്കിയെന്നും അല്ലെങ്കിൽ ആ പോലീസുകാരുടെ മുന്നിൽ വെച്ച് അവർ കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്ര ദിവസം ും ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർക്ക് ഒരാൾക്കെതിരെ പോലും പോലീസ് കേസെടുത്തിട്ടില്ല. സത്യത്തിൽ ഇത് സ്വമേധയാ കേസെടുക്കേണ്ട വകുപ്പ് പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഛത്തീസ്ഗഡ് പോലീസ് എനിക്ക് ജോലി ചെയ്യാൻ മടിയുള്ളവരാണ് സ്വാഭാവികമായിട്ട്. അതുകൊണ്ടായിരിക്കും അവരുടെ മുന്നിൽ വെച്ച് ഈ കന്യാസ്ത്രീകളെ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ ചോദ്യം ചെയ്യുന്നത്. മാത്രമല്ല, ഈ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ രണ്ടാമത് വന്ന സമയത്ത് ഈ നമ്മൾ കണ്ട ഒരു ദൃശ്യം ഈ വലിയ രീതിയിൽ പ്രകടനം നടത്തിയിരുന്നു. ആഹ്ലാദ പ്രകടനം നടത്തിയതിനു ശേഷം അതിന് പിരിച്ചുവിടാൻ ഒരു ബജ്രംഗ് ദൾ പ്രവർത്തകൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ജീപ്പിനകത്ത് നിന്ന് ഒരു അനൗൺസ്മെന്റ് വകന ഒരു മൈക്രോഫോൺ ഒരു ഓഡിയോ ഫോൺ എടുത്ത് അനൗൺസ്മെന്റ് ചെയ്യുകയാണ്. അതായത് അങ്ങനെയാണ് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരും പോലീസുമായിട്ടുള്ള ഒരു സഹവർത്തിത്വം ഇവിടെ ഈ ദുർഗിൽ നമ്മൾ കണ്ടത്. അത്രത്തോളം ഉണ്ട് അത്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇവർക്കെതിരെ ഒരാൾക്കെതിരെ പോലും കേസെടുത്തിട്ടില്ല എന്നുള്ളത് പറയുന്നതാണ് ഏറ്റവും വിരോധാഭാസം. ഇവിടുത്തെ ഈ പ്രൊട്ടസ്റ്റന്റ് സഭക്കാരെ സ്വകാര്യ അന്യായം ചില കോടതികളിൽ ഫയൽ ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും ഒരിടത്തും എത്തിയില്ല. ആർക്കെതിരെയും കേസൊന്നും എടുത്തില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 3 ആദിവാസി പെൺകുട്ടികൾ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി കൊടുത്ത ഈ 3 ആദിവാസി പെൺകുട്ടികൾ, ഏറ്റവും സാധാരണക്കാരായ പെൺകുട്ടികൾ, അവർ തിരികെ സ്വന്തം മാതാപിതാക്കളുടെ അടുത്തെത്തി മാധ്യമപ്രവർത്തകരോട് എന്താണ് നടന്നതെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പോലീസിന് പരാതി നൽകാൻ പോകുന്നത്. നാരായൺപൂർ CPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇപ്പോൾ അവർ എത്തിയിട്ടുണ്ട്. കുറച്ചു നേരം മുമ്പ് CPIയുടെ MP ആയിട്ടുള്ള P സന്തോഷ് കുമാർ പറഞ്ഞത് അവർക്ക് വേണ്ട എല്ലാ നിയമസഹായവും നൽകും. ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ പരാതി നൽകുമെന്നാണ്. ഭീഷണിപ്പെടുത്തി കയ്യേറ്റം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങൾ ഇവർ ചെയ്തു എന്ന് പറഞ്ഞായിരിക്കും പരാതി കൊടുക്കൂ. എന്തായാലും ഇവർക്ക് വേണ്ട എല്ലാ നിയമസഹായങ്ങളും സംരക്ഷണവും നൽകുമെന്ന് CPI ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുമുണ്ട്.